സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചിപ്പോൾ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് സജീവമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ജിഫ്രി തങ്ങൾ ആദ്യം അതിൻ്റെ ഒരു ആഹ്വാനം നടത്തി. അപ്പോൾ ഇന്നലെ ആദരണീയനായ കാന്തപുരം ഉസ്താദ് അവர்களுം അനുകൂലമായിട്ട് തന്നെയാണ് പ്രതികരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ വലിയ സന്തോഷമുണ്ട്. മുസ്ലിം ലീഗൊന്നും അതിനോടൊപ്പം തന്നെയാണ്. പ്രത്യേകിച്ച് സുന്നി ഐക്യ കാര്യത്തിൽ നേരത്തെ തന്നെ നല്ല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ഓരോരോ കാര്യം പറഞ്ഞാൽ അങ്ങനെ നീണ്ടുപോയതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ സമുദായത്തിൻ്റെ ഐക്യം, സമൂഹത്തിൻ്റെ ഐക്യം, ആ കാര്യത്തിലൊക്കെ മുസ്ലിം ലീഗും അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബവും ആ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. അതിൻ്റെ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും. ഐക്യം യാഥാർത്ഥ്യമാക്കുന്നതിൽ ഞങ്ങളെന്നും മുൻപന്തിയിലുണ്ടാവും. ഇതിന് ശേഷമുള്ളൊരു രാഷ്ട്രീയം എങ്ങനെയായിരിക്കും അതിനെക്കുറിച്ച് അങ്ങനത്തെ ആലോചന നടത്തിയായിരുന്നു? ഐക്യം സാധ്യമായതിനു ശേഷമുള്ള രാഷ്ട്രീയ നിലപാടുകൾ അവരെങ്ങനെയായിരിക്കും സ്വീകരിക്കുക എന്നുള്ളത്? രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല ഐക്യം. ഇപ്പോൾ സുന്നി ഐക്യം എന്ന് പറഞ്ഞാൽ സുന്നികൾക്കിടയിൽ ഐക്യം ഉണ്ടാകുക, ഒരു സമൂഹം എന്നുള്ളവർക്ക് ഐക്യപ്പെട്ടു പോവുക എന്നുള്ളതാണ്. രാഷ്ട്രീയം നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. രാഷ്ട്രീയവും ഐക്യവും തമ്മിൽ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ ഐക്യ ചർച്ചകളിൽ നിന്നൊക്കെ പാണക്കാട് കുടുംബത്തെയും സാദിഖലി തങ്ങളെയൊക്കെ മാറ്റി നിർത്തുന്നു എന്നുള്ളൊരു ആക്ഷേപം കൂടി ഉയർന്നു വരുന്നത്. അതിനൊന്നും കാര്യമില്ല. നമ്മൾക്ക് സമൂഹത്തിൻ്റെ ഭാഗമല്ലേ. നമ്മൾക്ക് ഈ കാര്യം ഏറ്റവും എല്ലാ നന്മകളോടൊപ്പവും നിൽക്കുന്നവരാണ് നമ്മൾ മാറി നിൽക്കില്ലല്ലോ. നമ്മളെ മാറ്റി നിർത്താനും പറ്റില്ല. അല്ല, നിലവിൽ ചർച്ചയുടെ ഭാഗം അല്ലെങ്കിലും ഭാവിയിൽ ചർച്ചയുടെ ഭാഗമാവും അല്ലേ? ഈ ഐക്യ ശ്രമങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ അതിൽ ഞങ്ങളോട് അഭിപ്രായങ്ങൾ എല്ലാ വിഭാഗവും ചോദിക്കാറുണ്ട്. അതങ്ങനെയാണ്. പ്രത്യേകിച്ച് ഞങ്ങളൊരു പ്ലാറ്റ്ഫോമാണല്ലോ. സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഉള്ളവരും വിളിക്കാനും അവരൊക്കെ ചേർത്തിരുത്താനും ഒക്കെ പാരമ്പര്യമായിട്ട് തന്നെ അങ്ങനെ ഒരു നിയോഗമുള്ളവരാണ്. അപ്പോൾ ആ നിലക്ക് ഈ കാര്യത്തിലും എല്ലാവരും ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്, പറയാറുണ്ട്. അതിനെയാണ് ശരി. ഈ ശിഹാബങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് ഐക്യ ചർച്ചകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മധ്യസ്ഥനാവേണ്ടതും അതുപോലെ തന്നെ പ്രഖ്യാപനം നടത്തേണ്ടതും പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ് എന്ന് അന്ന് അങ്ങനെ ഒരു വ്യക്തത വരുത്തിയിരുന്നു. പക്ഷേ അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഒന്നുമില്ല, അതിലൊന്നും മാറ്റം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്നതിനാണ് നമ്മൾ മുന്നോട്ട് പോവുക. അതിലൊന്നും മാറ്റം ഉണ്ടാവില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് സജീവമായിട്ട് ലീഗ് ഇറങ്ങി തുടങ്ങിയല്ലോ. കേരളത്തിലെ നിലവിലെ ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു പാർട്ടിയാണ് ലീഗ്. സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ എവിടെ എത്തി? ഇത്രത്തോളം പ്രതീക്ഷയെടുത്തുള്ളത് മുന്നണി സംബന്ധമായുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് യാത്രയിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കൂടി ഇരിക്കാനുള്ളൊരു സൗകര്യം ഇപ്പോൾ ഇല്ല. ഏതായാലും ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ വീണ്ടും ഇരിക്കും. എന്നാലും ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഓരോ സീറ്റ് സംബന്ധിച്ച് കൂടുതൽ ഭദ്രമായ സീറ്റ് ഏതാണെന്നൊക്കെ എല്ലാ പാർട്ടികളും അന്വേഷിക്കുകയാണ്. ആ നിലയ്ക്കുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF അധികാരത്തിലേറ്റുക എന്നുള്ളതാണ്. അതിന് ആവശ്യമായിട്ടുള്ള അതിനെ ശക്തിപ്പെടുത്താൻ ആ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചർച്ചകളിൽ പലതും വരുമല്ലോ, പല വിഷയങ്ങളും വരും. കാരണം സീറ്റ് ഇപ്പോൾ ഈ വർഷത്തെ സീറ്റായിരിക്കുമല്ലോ ചിലപ്പോൾ അടുത്ത തവണ ഭദ്രമായിട്ടുണ്ടാവുക, സേഫായിട്ടുണ്ടാവുക. അപ്പോൾ അതനുസരിച്ച് ചർച്ചകളിൽ അതൊക്കെ ഉയരും. സ്വാഭാവികമാണ്. ഒരു പ്രയാസം കൂടാതെ എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ അതൊക്കെ പരിഹരിക്കുകയും ചെയ്യും. തങ്ങളെ വേദി പറഞ്ഞ യുവാക്കൾക്ക് പ്രായത്തിൽ നൽകാൻ കുറേ പേരൊക്കെ മാറി നിൽക്കേണ്ടി വരുമോ? അല്ല, ഓരോ കാലത്തും പുതിയ ആളുകൾ വന്നിട്ടുണ്ടല്ലോ. അതിപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിലായാലും ഏത് പാർട്ടിയിലായാലും അത് സ്വാഭാവികമാണ്. അതിന് പ്രത്യേകമായിട്ടൊരു കാറ്റഗറി ഒന്നും നമുക്ക് നിർവഹിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് സ്വാഭാവികമായിട്ട് വരും. നമ്മൾ പ്രാഗൽഭ്യം നോക്കിയിട്ടാണ് വെക്കുക, വിജയസാധ്യത നോക്കിയിട്ടാണ് നമ്മൾ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇത് യുവാക്കളുണ്ടാവും, ചിലപ്പോൾ പ്രായം ചെന്നവരുണ്ടാവും, പലരും ഉണ്ടാവും. യുവാക്കൾ കൂടുതൽ മത്സരിച്ചാൽ നല്ല വിജയം ഉണ്ടാവും എന്ന് പറഞ്ഞു തങ്ങൾ. അതെ, അത് പുതിയ കാലഘട്ടത്തിൽ യുവാക്കളുടെ ഒരു കാലമാണിത്. യുവാക്കൾ രംഗത്ത് വന്നാൽ പൊതുസമൂഹത്തിന് നല്ല പ്രതീക്ഷ ഉണ്ടാവും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. പട്ടികയെ സംബന്ധിച്ച് അന്തിമമായിട്ടൊന്നും പറയാറായിട്ടില്ല.